പിന്നെ മാക്സിമം 30 ലിറ്റർ വരെ. ഇത് ഞാൻ നുണ പറയുന്നതല്ല, സൂര്യഭാനുവിനെ നിർത്തിയിട്ട് ഞാൻ അടുത്തുനിന്ന് പറയുന്നതാണ്. ഇവന്റെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആ 15 പശുക്കളിനെ എടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടി കർഷകനെ ആദരിക്കാൻ പോണേ. ഇതാണ് അവന്റെ മൊമെന്റോ. നമസ്കാരം. പശു വളർത്തുന്നത് ഭയങ്കര നഷ്ടമാണ്, അല്ലെങ്കിൽ പശുവിന്റെ പാല് വിറ്റ് നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് മാതൃകയായിട്ട് എൻ്റെ അടുത്ത് 2-3 വർഷം ആയി എൻ്റെ ഒരു കുട്ടി കർഷകൻ, ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ഒരു വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു കുട്ടി കർഷകൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും സൂര്യഭാനു. ഒരു 9ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പശുവിനെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൻ +1-ലെത്തി. ഇന്നിപ്പോൾ 15 പശുവിൻ്റെ MSTP പദ്ധതി പ്രകാരം അവന് 15 പശു പാസ്സായി. സൂര്യ, നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നീ ഒരു 3 വർഷത്തോളമായി നമ്മുടെ കയ്യിൽ നിന്ന് പശു എടുക്കുന്നുണ്ട്. എന്താ നിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എക്സ്പീരിയൻസ് ഞാൻ പല സ്ഥലത്തുനിന്ന് പശു എടുത്ത് നോക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്നാണേലും പല ഏരിയയിൽ നിന്ന്, അവിടെ കിഴക്കുന്നാണേലും പല ഇതില്ല. കൃഷ്ണഗിരി പശുക്കൾക്ക് മാത്രം നീണ്ട കറവ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് എടുക്കുന്ന നീറിന്റെ കറവ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പാല് കിട്ടിയത് എത്രയായിരുന്നു? എത്ര ലിറ്റർ ആയിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ പശുവിന്? 30 ലിറ്റർ. 30-20. അതുപോലെ തന്നെ കറവ 1.5 വർഷത്തിന് മണ്ടേ കിട്ടുന്നുണ്ട്. 1.5 വർഷമായിട്ട് ഇപ്പോഴും കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് സെക്കൻഡ് ലാക്ടേഷനിലായിരുന്നു നമ്മൾ കൂടുതൽ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിലായിരുന്നു നമ്മൾ സെക്കൻഡ് ലാക്ടേഷനിലായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത പശുക്കൾക്ക് ഇപ്പോൾ ഫസ്റ്റ് കൊണ്ടുപോയ പശു അല്ലേ, അപ്പോൾ ഒരു 2 വർഷത്തിന് മേലെയായി അല്ലേ? 2 വർഷത്തിന് മേലെയായ പശു എത്ര ലിറ്റർ ആയിരുന്നു ഫസ്റ്റ് അതിൽ കറവുണ്ടായിരുന്നത്? 26 ലിറ്റർ കറന്ന പശുവിന് ഇന്നും 18 ലിറ്റർ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാസ്സായിരിക്കുന്ന MSTP പ്രകാരം 15 പശുക്കളാണ് അവനെടുത്തിരിക്കുന്നത്. 15 പശുക്കൾ, അത് ഫസ്റ്റ് ലാക്ടേഷനിലും സെക്കൻഡ് ലാക്ടേഷനിലും എല്ലാം ഉള്ള കൃഷ്ണഗിരി പശുക്കൾ. നല്ല വിവരങ്ങൾ എത്തട്ടെ.